ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഈവനിങ് വ്ളോഗാട്ടോ. സോ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ലാപ്ടോപ്പൊക്കെ അടച്ചു പൂട്ടി. അത് കഴിഞ്ഞ് നമ്മളുടെ ആക്സസറീസൊക്കെ നമ്മൾ കബോർഡിൽ അതാത് സ്ഥാനത്ത് എടുത്തു വെച്ചു. ബിക്കോസ് 2 ദിവസം മുന്നെയാണ് നമ്മൾ ക്ലീൻ ആക്കിയത്. അപ്പോൾ അതേപോലെ ക്ലീനായിരിക്കണമെങ്കിൽ നമ്മൾ എന്നും ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. പണി കഴിഞ്ഞാൽ അടുത്തത് നമ്മളൊന്ന് ഫ്രഷായിട്ട് പിന്നെ ഒന്ന് വിളക്ക് കത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ദേവൂനെയും കൂട്ടിയിട്ട് നമ്മളൊന്ന് പാർക്ക് പോകും. ഇതാണ് യൂഷ്വൽ റൂട്ടീൻ. പക്ഷേ ഇന്ന് അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് പുറത്തു പോയി ചായ കുടിച്ചാലോ എന്നൊരു പ്ലാൻ ഇട്ടു. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങുന്നതിന് മുന്നേ പുറത്തെ കാലാവസ്ഥ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പുറത്ത് ആക്ച്വലി മഴയായിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂട്ടി എടുത്ത് ബേസ്മെൻറ്റിൽ നിന്ന് മേലേക്ക് വരുമ്പോഴത്തേക്ക് ഫുൾ നനഞ്ഞു. അങ്ങനെ മഴയൊന്ന് ചെറുതായി നിന്നപ്പം നമ്മൾ വീണ്ടും സ്കൂട്ടി എടുത്ത് നമ്മൾ തൊട്ടടുത്ത് തന്നെ ഒരു സ്ക്വയർ ഉണ്ട്, അവിടെ പോയിട്ട് ചായ കുടിച്ചു. സോ നമ്മൾ വന്നത് നമുക്കൊരു കേരള സ്നാക്സ് കിട്ടുന്ന കടയിലാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പഴംപൊരിയും കട്ട്ലറ്റും അതൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം മഴയും ആസ്വദിച്ച് അവിടെ നിന്നു. മഴയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായി നമ്മൾ തിരിച്ചെത്താൻ. സോ തിരിച്ചെത്തിയ പാട് നമ്മൾ ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി കഴിഞ്ഞിട്ട് നമുക്ക് വേഗം ഒന്ന് വിളക്ക് കത്തിക്കണം. സോ മോർണിംഗ് ഡ്യൂട്ടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കിച്ചണിൽ കുറച്ച് ക്ലീൻ ആക്കേണ്ട പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഞാൻ കിച്ചൺ നല്ല രീതിയിൽ ക്ലീൻ ആക്കിയിട്ടാണ് പോവാറ്. രാവിലെ എണീച്ച് വരുമ്പം തന്നെ കിച്ചൺ ക്ലീനായി കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസേ പോക്കായിരിക്കും. എന്ത് ചെയ്താലും ഇല്ലെങ്കിലും കിച്ചൺ ഞാൻ ഫൈനലി ക്ലീൻ ആക്കിയിട്ടേ കിടക്കാറുള്ളൂ. സോ ഒരു 9 മണി ആകുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ഒന്ന് ക്ലോസ് ആക്കും. നമ്മൾ 10-10:30 ആകുമ്പോഴത്തേക്ക് കിടക്കും. സോ 1 മണിക്കൂർ 1.5 മണിക്കൂർ എൻ്റെ ഒരു ടൈമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. എനിക്കിഷ്ടമുള്ള കാര്യം ചെയ്യാനോ, ഒന്നിക്കിൽ സിനിമ കാണാനോ, ഇല്ലെങ്കിൽ കുറച്ച് നേരം ഫോൺ നോക്കാനോ, ഇല്ലെങ്കിൽ ദൈവൻ്റെ കൂടെ കളിക്കാനോ, ഇല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാനോ ആ ഒരു ടൈമിൽ ഞാൻ ശ്രദ്ധിക്കും. എൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രാവശ്യം കിച്ചണിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഉള്ള സാധനമൊക്കെ ക്ലീനാക്കി ക്ലീനാക്കി അത് കഴിയുമ്പോഴത്തേക്ക് അടുത്തത് ക്ലീനാക്കി അങ്ങനെ സമയം പോകുന്നത് അറിയില്ല. സോ ഞാൻ പെട്ടെന്നൊക്കെ ക്ലീനാക്കിയിട്ട് നമുക്ക് വേഗം റെസ്റ്റ് എടുക്കാം. ഇന്നത്തെ ഈവനിങ് ഒരു റിലാക്സിങ് ഈവനിങ് ആയിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള പോലെ പുറത്തു പോയി ചായ കുടിച്ചു, കുറച്ച് മഴയൊക്കെ ആസ്വദിച്ചു, വേഗം പണിയൊക്കെ തീർത്തു. എല്ലാ ഈവനിങ് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ചില ഈവനിങ്സ് നമുക്ക് കുറച്ച് കൂടുതൽ വർക്ക് ഉണ്ടാവും. ചില ദിവസം നമുക്ക് സ്മൂത്തായിട്ട് പോവും. ചില ദിവസം നമുക്കൊന്നിനും സമയമില്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇന്ന് ഒരു സ്മൂത്തായിട്ട് പോയ ഒരു എൻജോയ്മെൻറ്റ് നിറഞ്ഞൊരു ഈവനിങ് ആയിരുന്നു.
ഐ ആം സോ ഹാപ്പി ടു ബി ആൻ അഡൽട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മണിക്കൂർ വെറുതെ ഇരുന്നാലും എന്നോട് ഒരാളും ചോദിക്കാൻ വരാറില്ല. ആക്ച്വലി വർക്കിംഗ് അഡൽട്ട് എന്ന് വേണേൽ പറയാം. ബിക്കോസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. ഐ നോ നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ആൻഡ് ഐ ലവ് ഡൂയിങ് ദാറ്റ്. ബട്ട് വിത്ത് ദാറ്റ് ഞാൻ എൻ്റെ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഫോൺ സ്ക്രോളിങ് ഞാൻ കുറച്ച് കുറക്കാനുള്ള ശ്രമമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ചിലപ്പോൾ ബുക്ക് എടുത്തിട്ട് എൻ്റെ നാളത്തെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ടു ഡു ലിസ്റ്റും ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതലായിരിക്കും. ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ആൻഡ് ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.